ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതും എന്നാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതുമായ ഒരു സ്നാക്കാണല്ലോ പഴംപൊരി. ഇത് പല രീതിക്കും ഇപ്പോൾ ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഇതിന് വേണ്ടി ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 1.5 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് പുട്ടുപൊടിയാണ്. പഴംപൊരി നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടാതെ നമുക്ക് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയോ നമുക്ക് ഈ ബാറ്റർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ല നൈസായിട്ട് നല്ലൊരു ബാറ്റർ തന്നെ റെഡിയാക്കി എടുക്കണം. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോഴിതാ പഴംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പഴംപൊരി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പഴംപൊരിക്ക് വെളിച്ചെണ്ണ തന്നെ വേണമെന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുത്താൽ മതി. ഓയിൽ ഏതായാലും പ്രശ്നമൊന്നുമില്ല. പഴംപൊരിയുടെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരില്ല. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പഴം മുറിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പഴം 2ആയി മുറിച്ചതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഴം ഇതുപോലെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. നമ്മൾ കട്ടിയിൽ മുറിച്ചെടുക്കുമ്പോൾ, നല്ല കനത്തിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് കേട്ടോ പഴം മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ എല്ലാ പഴവും നമുക്ക് മുറിച്ചെടുത്ത് വെക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പഴം പൊരിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ പഴവും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും പഴം ആദ്യം ഇട്ട് കൊടുക്കാം. എല്ലാ പഴം ഒന്നിച്ചിട്ട് കൊടുക്കേണ്ടതില്ല. ഇനി നമുക്ക് ഓരോ പീസ് പഴം എടുത്ത് ഇങ്ങനെ മാവിലൊന്ന് മുക്കിക്കൊടുത്ത് ആ പാത്രത്തിൽ തന്നെ ബാക്കി വരുന്ന മാവ് ആക്കി കൊടുത്തതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ പഴവും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ മാവ് കലക്കി പഴംപൊരി ഉണ്ടാക്കി നോക്കും. നല്ലൊരു വീർത്ത പഴംപൊരി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ. എണ്ണയിലിട്ട ഉടനെ തന്നെ നല്ല വീർത്ത് വരുന്നത്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി തന്നെ റെഡിയാക്കിയെടുക്കാം. പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കലാണ്. ഇനിയിപ്പോഴിതാ പഴംപൊരിയുടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോഴിതാ പഴംപൊരി നല്ലതുപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോഴിതാ പഴംപൊരിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള
അധികം എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പഴംപൊരി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതിയല്ലോ ഇതുപോലെയുള്ള ഒരു പഴംപൊരി റെഡിയാക്കാനായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു.